ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടോ? ആ റെസിപ്പി കണ്ടോ? നല്ലൊരു റെസിപ്പി കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്യുകയും ചെയ്യാം. പിന്നെന്താ, ജെനിഫർ ഇന്നലെ പറയുക, ആൻറ്റി ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോ ഇവിടെ ലെങ്ത് കുറവായിട്ട് വരുക. പിന്നെ ആൻറ്റിയുടെ സ്റ്റോറിയൊക്കെ ചിലർക്ക് ഞാൻ ഈ പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. ചിലർ ഇങ്ങനെ കുത്തിയിരുന്ന് കാരണം ചിലർ സ്കിപ്പ് ചെയ്ത് പോകാമെന്ന് പറയാൻ കാര്യം കമൻറ്റ് നമുക്ക് മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ ഈ ഇൻട്രോയിൽ പറയുന്ന ഒന്നും ചിലർ കേൾക്കും, ചിലർ പക്ഷേ എല്ലാം കേൾക്കും. അതിൻ്റെ അകത്ത് കമൻറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ചിലർക്ക് ഈ ബെഡ്ബെഡ് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാണ്. ആൻറ്റിയുടെ സ്റ്റോറി കേൾക്കാനില്ല എന്നൊക്കെ. എന്തോ സ്റ്റോറിയാണ് മോളെ പറയുന്നത്, എന്നും എല്ലാവരും കേൾക്കുമില്ലേ ഓരോന്ന്. പിന്നെ മായ ചോദിച്ചായിരുന്നു വെയിറ്റ് മെഷീൻ എത്ര രൂപയാണ്. അപ്പോൾ റേച്ചാനാ അന്ന് വെയിറ്റ് മെഷീനെ, പാത്രം കഴുകി വെക്കുന്ന മാറ്റ്, പിന്നെ ഗ്രാസിൻ്റെ ഈ മാറ്റ്, പിന്നെന്തായിരുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന ഒരിത്, അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ റീച്ചാൻ ചെയ്ത് അതുകൊണ്ട് എനിക്ക് പിന്നെ മായ ചോദിച്ചെണ്ണ ഞാൻ പറഞ്ഞായിരുന്നേ, റീച്ചാനത് ചോദിച്ചിട്ട് പറയാമെന്ന്. അപ്പോൾ ചോദിച്ചെണ്ണ എത്ര, 317 രൂപയാണ് അതിന്. പക്ഷേ അതിനേക്കാൾ റേറ്റ് ആയിരുന്നു അതിൽ കിടന്നത്. ഇത്തിരി ചില സമയത്ത് ഇതിനേക്കാൾ കുറവായിട്ട് കിട്ടും, അവരുടെ ഒരു സ്കീമുണ്ട്. പക്ഷേ എനിക്ക് മീഷോയിലെ അതത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മൾ ചെന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു റേറ്റ്, പിന്നെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ വേറെ റേറ്റ്, അങ്ങനെയൊക്കെ ചിലത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഈ ടൈറ്റിൽ, ഞാൻ മലയാളത്തിലെ ടൈറ്റിലല്ല എഴുതുന്നത്, അഥവാ ഇംഗ്ലീഷ് വരുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ എന്താണ്, ഞാൻ മലയാളത്തിൽ ഇട്ട വീഡിയോ ആണേലും 2 എണ്ണം അങ്ങാണ്ട് ഇംഗ്ലീഷിലായിരുന്നു വന്നത്. അത് നിങ്ങളുടെ തന്നെ മൊബൈലിൽ ചെന്ന് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാം. മലയാളം ഒറിജിനൽ നമ്മുടെ ഏതാ വേണ്ടിയ ഭാഷ, ലാംഗ്വേജ് ഏതാന്ന് വെച്ചാൽ അങ്ങനെ. പിന്നെ എന്തുവാ, പിന്നെ ഇന്നത്തെ വീഡിയോയിൽ റേച്ചാൻ ഒരു അബദ്ധം കാണിച്ചു. റേച്ചാൻ ഇങ്ങനെ ഡിമാർട്ടിൽ പോയാലും എന്തെങ്കിലുമൊക്കെ കാണുമെങ്കിൽ അതെങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ടൊരു വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ല. ഇത് ഇങ്ങനെ ഒരു കാര്യം ഇന്നും ചെയ്തു, വീഡിയോ നിങ്ങളൊന്ന് കാണേ. ഞാൻ പറഞ്ഞ ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യല്ലേ എന്ന് എൻ്റെ അടുത്തുകൂടെ ചോദിച്ചിട്ട് സാധനങ്ങൾ ബുക്ക് ചെയ്യാവേ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാവേ എന്ന് പറഞ്ഞ് വെറുതെ പൈസ പോയെന്നുള്ള മിച്ചം. ഞാനാണെങ്കിൽ സമ്മതിക്കും. പക്ഷേ പുള്ളിയും ചിന്തിച്ചില്ല ഇതിങ്ങനെയാണെന്നുള്ളത്. എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പുള്ളിയും ഓർഡർ ചെയ്തതാണ്. അതിങ്ങനെ നമുക്കൊരു അബദ്ധമെന്നല്ല, അബദ്ധത്തിന്മേൽ അബദ്ധമായി. ആരും ഇങ്ങനെ ചെയ്തില്ല. എൻ്റെ ദൈവമേ, ജീവിതത്തിൽ ഇതൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല. അല്ലാതെ നമ്മൾ ഈ വെജ് പാറ്റി അങ്ങനെ ബർഗറൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ വാങ്ങിക്കുന്ന വേറെ, ഇത് വേറെ. എൻ്റെ പൊന്നോ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. വീഡിയോ നിങ്ങൾ കാണണേ, സ്കിപ്പ് ചെയ്യാതെ റീച്ചാൻ കാണിച്ച അബദ്ധം. ഓക്കെ, പ്രീസമോനെ ഒത്തിരി പേര് അപ്രിഷിയേറ്റ് ചെയ്ത്. ഞാൻ അവനോട് പറഞ്ഞു, അവനിവിടെ നിൽപ്പുണ്ട്. അവൻ പറഞ്ഞാൽ ഇനി ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് ഇൻട്രോ പറയാം. ഒരു കമൻറ്റ് പറഞ്ഞാൽ അടുത്ത ജനറേഷനെ ഏൽപ്പിച്ചോ എന്ന് ചോദിച്ചു വീഡിയോ. അവന് ഇങ്ങനെ പടപടപടപടോ നമ്മൾ പറയുന്ന പോലെ മലയാളം പറയാൻ ആൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്നാലും അവനെ കഴിയുന്നത് ഒപ്പിച്ചെടുത്തു അവൻ. ഓക്കെ, ചായയൊക്കെ അനത്തിയായിരുന്നു, അവർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പം ഞാനൂടെ കുടിക്കാനായിട്ട് ചായ എടുത്തു. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന നേരത്തെ ഫ്രഷ് മാവല്ല, മാവ് നേരത്തെ 1-2 ദിവസത്തെ മാവ് വെച്ചിരുന്ന, അതുകൊണ്ട് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഞാൻ കുക്കറിലൊന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്ന മസാല ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പലപ്പോഴും പല രീതിയിൽ ചെയ്യും. ഞാൻ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് അതിലിച്ചിരി കടുകും ഉഴുന്ന് പരിപ്പും ഇട്ട് പൊട്ടിച്ച്, എന്നിട്ട് അതിലേക്ക് ഒരു 2 കറിവേപ്പില ഇട്ടു. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ചേർത്തു. അതൊന്ന് വയന്ന് വന്നുകൊണ്ട് ഞാൻ അത്ര എടുത്ത സവാളയും കൂടെ അരിഞ്ഞ് വന്നിട്ടിട്ടുണ്ട്. സവാള ഒത്തിരി അങ്ങ് വഴട്ടിയെടുത്തില്ല, കുറച്ചൊന്ന് പച്ചപ്പ് വിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് പുഴുങ്ങിയ
ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഉടയുന്നത് പോലെ അതുപോലെ ഒന്ന് ഞാൻ വേവിച്ചെടുത്തായിരുന്നു. പീസ് ഉണ്ടെങ്കിൽ അത് അത്ര അങ്ങോട്ട് താവത്തില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നന്നായിട്ട് ഉടച്ചു കൊടുത്തു. അപ്പം ഞാൻ ഗരം മസാല ആദ്യം ഇടാൻ മറന്നുപോയി. ഇപ്പോഴാണ് ഞാൻ ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുത്തത്. എന്നിട്ട് ആ പാത്രത്തിൽ ഒരിച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് ലൂസായിട്ട് വരാനായിട്ടേ. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പ്രൈസമോന് ഓൺലൈൻ ക്ലാസ് ഉള്ള രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ. അപ്പം രാവിലെ അങ്ങ് എനിക്ക് എണീറ്റ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മസാല ദോശ ഉണ്ടാക്കിയത്. കാരണം അവന് ടിഫിൻ കൊണ്ടുപോകണ്ടല്ലോ. അപ്പം വീട്ടിലിരുന്ന് ആവുമ്പം അവന് ചൂടോടെ അവർക്ക് കഴിക്കാമല്ലേ, അവർക്ക് ഇഷ്ടമാണ് അവനും. അതുകൊണ്ട് ഞാനങ്ങ് ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ആ ചായയൊക്കെ അങ്ങ് എല്ലാവർക്കും ഉണ്ടാക്കി ചായ കൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നേ അങ്ങ് ചൂടോടെ ഞാൻ അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞാൻ ഇത് ഈ പാനിൻ്റെ അകത്തൊരു വലിയ രീതിയിലാണ് ദോശ ഉണ്ടാക്കിയത്. പോളിനേക്കാൾ ഈ മസാല ദോശ ഇഷ്ടം പ്രൈസനാണ്. ഞാനങ്ങ് ഒത്തിരി അങ്ങ് മൊരിച്ചങ്ങ് പപ്പടം പോലെ ഒന്നും ആക്കിയില്ല. ഒന്ന് അല്ലാതെ ഇച്ചിരി സോഫ്റ്റായിട്ടായിരുന്നത്. ഞാനപ്പോൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ, നിങ്ങൾ ആരെങ്കിലും റെസിപ്പി പറയുവാണെങ്കിൽ ഞാനത് വീഡിയോയിലിടാമെന്ന്. അപ്പം ജിൽസി പറഞ്ഞ് ചേച്ചി റെസിപ്പി ഇടാമേ. ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിൽ എൻ്റെ നമ്പർ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ പിക്കിളിൻ്റെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന നമ്പറേ. അതിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പ്രൈസമ്മോൻ ഇപ്പോഴേ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് 2 ദിവസം ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലേ, അതുകൊണ്ട് ഇനിയും അന്നേരം ഓൺലൈൻ ക്ലാസ് ആകുമ്പം ശരിക്കും അങ്ങോട്ട് നടന്നില്ല. നെറ്റ് പ്രോബ്ലം അങ്ങനെയൊക്കെയായിരുന്നു. ചിലപ്പം ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ ഇവർക്ക് റീസസ് കഴിഞ്ഞുള്ള പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഐഡിയ കൊടുക്കുന്നത്. അപ്പോൾ ചിലർക്കതിൽ കണക്റ്റ് ആവാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. അവനിപ്പോഴേ ഇരുന്ന് കരച്ചില്ല. കാരണം ഞാനും ഒരു ശനിയാഴ്ചയാണ് നോക്കിയിരിക്കുന്നത്. രാവിലെ നമുക്ക് എണ്ണിക്കണ്ടല്ലേ. അപ്പോൾ അവനേക്കായി ഇത് എനിക്കാ. ഏത് മനുഷ്യർക്കും ഇല്ല രാവിലെ എണ്ണിക്കുന്നതിനടുത്ത്. എല്ലാവർക്കും ഉണ്ടോയെന്ന് അറിയത്തില്ല, എനിക്കുണ്ട് ഇച്ചിരി കേട്ടോ. എനിക്ക് നേരം വെളുക്കിയായിരിക്കും ഒരിത്തിരി ഉറക്കം വരുന്നത്, അതാ ഈ കുഴപ്പം. അപ്പോൾ റേച്ചാൻ കഴിച്ചില്ല. കുറേ നേരം കൊണ്ട് ഞാൻ പറയാം കഴിക്കുന്നത്. അങ്ങനെ ഇപ്പം മസാല ദോശ എല്ലാം ഉണ്ടാക്കിയെടുത്തു. രാവിലത്തെയൊക്കെ കഴിഞ്ഞു. കുറേ നേരമായി റേച്ചാൻ പോയി. റീസൺ ഇന്നും ഓൺലൈൻ ക്ലാസ്സാണ്. രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞു, ഇനിയും ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള സെക്ഷനുണ്ട്. മഴ ഇപ്പോൾ ഇച്ചിരി തോന്നുന്നിപ്പുണ്ട്. ഇനി എന്താ ചോറ് വെച്ച് വാർക്കണം, പിന്നെ ഉച്ചക്കത്തെ കൂട്ടാനൊക്കെ നോക്കണം. മഴയായതുകൊണ്ട് ആകെ ഒരിത്. എൻ്റെ കണ്ണിൻ്റെ ഇവിടെ എനിക്കൊരു ഭാരം പോലെ, ഇവിടെ ഒരു ഇച്ചിരി സ്വെല്ലിങ് പോലെയുണ്ട്. എന്തോ അങ്ങ് നമുക്ക് കണ്ണിൽ വെള്ളം കണ്ണുനീരുണ്ടല്ലോ, നിറഞ്ഞതുപോലെ എനിക്ക് തോന്നും. പക്ഷേ അങ്ങനെ കണ്ണുനീര് വരുന്നില്ല, പക്ഷെ അതുപോലെ എനിക്കങ്ങ് ഫീലിംഗ് ആവുക, അങ്ങ് കണ്ണങ്ങ് നിറഞ്ഞിരിക്കുന്നത് പോലെ. എന്തോ 2 ദിവസം കൊണ്ടുള്ള ഒരു സോക്കേടാണ്. പിന്നെന്തുവാ, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണം ഇനി. പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു. തുണികൾ ഉണങ്ങുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ദൈവമേ. ഇന്നിപ്പം കഴുകണ്ട, ഇന്നലെയൊക്കെ കഴുകിയത് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ അകത്തെ ഇരിക്കുന്ന സ്റ്റാൻഡും പിന്നെ ഹോളിൽ പകലൊക്കെ തുണികൾ വെളിയിട്ടിട്ട് രാത്രി ഇങ്ങനെ ആ കർട്ടൻ ഇടുന്ന ആ റോഡിൻ്റെ അകത്ത് ഇങ്ങനെ തൂക്കിയിടുന്ന ആ ഫാനിൻ്റെ കാറ്റുകൊണ്ടങ്ങ് ഉണങ്ങും. ഫാൻ്റൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടിക്കാനുള്ള വെള്ളമൊക്കെ ക്യാനിൽ ഒഴിച്ച് വെച്ചിട്ട് ഇനി കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം. അപ്പം ഇച്ചിരി മഴയൊക്കെ ആയതുകൊണ്ട് അധികം പെട്ടെന്ന് തീരുന്നില്ല വെള്ളം. ഈ പൈപ്പിൻ്റെ ഇതുവരെ ഒരു ബിൽഡിങ്ങുകാരാണ് ഒന്ന് ചെയ്യുന്നത്. ഇനിയും സിമെൻ്റൊക്കെ തേക്കണം.
റേച്ചാൻ ഇതിപ്പം ഓർഡർ ജിയോ മാർട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഡാൾ മഖാനി എന്ന് പറഞ്ഞ് ഞാൻ ഈ പാക്കറ്റ് കണ്ടോണ്ട് ഞാൻ ചിന്തിച്ച് അതുണ്ടാക്കുന്ന വീഡിയോ ഫോട്ടോയാ കിടക്കുന്നതെന്ന്. പക്ഷേ സംഭവം റേച്ചാനും അറിയത്തില്ലായിരുന്നു സംഭവം എന്തുവാന്നുള്ളത്. അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എൻ്റെ ദൈവം, അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ അന്തം വിട്ടുപോയി. എന്തുവാ സെയിം കറി തന്നെ, അത് ഒന്ന് ചൂടാക്കിയാൽ മതി നമുക്ക്. ഞാൻ പറഞ്ഞു ഇനി അത് ഇവിടെ ആരും ഉപയോഗിച്ചില്ല, കളയുമായിരുന്നു. കാരണം ഈ കറി വെച്ചതൊക്കെ എത്രമാത്രം പ്രിസർവേറ്റീവ് ചെയ്തിട്ടായിരിക്കും അത് പാക്കറ്റിൽ ഇങ്ങനെ ആയിരിക്കുന്നത്. അതിൻ്റേതായ ഒരു ഒന്ന് ഞാൻ ചൂടാക്കിയോണ്ടേ ഒന്ന് ഉപ്പ് നോക്കിയപ്പോഴേക്ക് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ആരും കഴിച്ചില്ല, വെറുതെ അത്രയും രൂപ പോയി. ഉടനെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞ് ദൈവത്തെ ഓർത്തിനി ഇങ്ങനെയുള്ള വേണ്ടാതരങ്ങൾ കാണിക്കല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും കഴിച്ചില്ല, ഇവിടെ ഇരിപ്പുണ്ടെന്ന്. ആൾ വൈകിട്ട് വന്നിട്ട് ആർക്കും വേണ്ടായിരുന്നു. അവൻ പറഞ്ഞു അതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ പറഞ്ഞു ഇനി മേലി ഇങ്ങനെ ചെയ്യല്ലേ, കുക്ക് ചെയ്ത സാധനങ്ങൾ നമ്മളിപ്പം പാറ്റീസോ അതൊക്കെ വാങ്ങിക്കുന്ന പോലല്ല ഇത്. എന്തുവാന്നേലും വെറുതെ അത്രയും രൂപ കളഞ്ഞ്. എൻ്റെയും ചിന്ത ഇങ്ങനെ സാധനം അത് ഞാൻ ചിന്തിച്ച് ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഇപ്പം ബേസനോ അതൊക്കെ വാങ്ങിയപ്പോൾ ആ ലഡുവിൻ്റെയൊക്കെ ഫോട്ടോ കാണുമല്ലോ നീ. അപ്പോൾ അതുപോലെ ഞാൻ ചിന്തിച്ച് അതിൻ്റെ എന്തെങ്കിലും ഫോട്ടോ ആയിരിക്കുമെന്ന്. അങ്ങനെ ഞാനും ഇരുന്നേ. പക്ഷേ ഇങ്ങനെയുള്ള സാധനമെന്ന് രഹിച്ചാനും സത്യം പറഞ്ഞാൽ ഇങ്ങനെ അറിയത്തില്ലായിരുന്നു. നമ്മളിപ്പോൾ അച്ചാറൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത്, നമ്മൾ അച്ചാറൊക്കെ ഈ വിനാഗിരിയൊക്കെ ആകുമ്പോൾ അതൊന്നും അങ്ങനെ പന്നലാകത്തില്ല. ഇതൊക്കെ അങ്ങനെ, ഇത് വേറെ അത് വേറെ അതല്ലേ. ഇതെന്ന് പറയുന്നത് കുക്ക് ചെയ്ത സാധനം അവർ പ്രിസർവേറ്റീവ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ കാബേജും ക്യാരറ്റും കൂടെ ഒന്ന് തോരൻ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ കുഞ്ഞതാവുന്ന കാര്യം എല്ലാം ഒന്നും ഇപ്പം ഞാനിപ്പോൾ ഫുള്ള് വീട്ടിൽ ചെയ്യുന്ന എല്ലാം ഒന്നും എടുക്കാറില്ല വീഡിയോ. ഇപ്പോൾ ചിലപ്പോഴേ തുണി വിരിക്കുന്നതും തുണി ഇടുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെറിയ ചെറിയ ജോലികൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇപ്പം ചെറിയ ലെങ്ത് കുറവായിട്ടുള്ള വീഡിയോ വരുന്നത്. വീഡിയോയും ചെറിയ വീഡിയോയാ, വ്യൂസും തീരെ കുറവാണ് ഇപ്പം വരുന്നത്. പിന്നെ നമ്മളിപ്പം വീഡിയോ ഇപ്പോൾ ഇടുമ്പോൾ ഒത്തിരി സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമേ ഇടാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് എന്നും പറഞ്ഞ് വരും. ഇപ്പോൾ ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് വന്നാൽ പിന്നെ കുറച്ച് നാളത്തേക്കിന് നമ്മുടെ നെക്സ്റ്റ് വീഡിയോകളിലും വ്യൂസും കുറയും. കാരണം അന്ന് പ്രൈസൻ്റെ സ്കൂളിലെ പ്രോഗ്രാം ഞാൻ ഇട്ടില്ലേ, അതിൻ്റെ അകത്ത് ഇച്ചിരി ഒരു സ്ഥലത്ത് അപ്പം ഞാനത് നേരത്തെ അപ്ലോഡ് ചെയ്തതുകൊണ്ട് അവർ തന്നെ അവിടെ നേരത്തെ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അവർ ആ ചെക്കിങ് സമയത്ത് തന്നെ പറയും കോപ്പിറൈറ്റ് ഉണ്ടെന്ന്. അപ്പം നോക്കിയോണ്ട് എന്തോ നമ്മൾ ആ സ്കൂളിലെ ആ പ്രോഗ്രാം ഇച്ചിരി ഒരു സ്ഥലത്ത് വന്ദേ മാതരം എന്നും പറഞ്ഞൊരു ഇച്ചിരി ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ മ്യൂട്ട് ചെയ്തു. അതാ ചില സ്ഥലങ്ങളിൽ അല്ലാതെ തന്നെ മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ ആ വന്ദേ മാതരം ഞാൻ മ്യൂട്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് മ്യൂട്ട് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ വീഡിയോയുടെ ക്വാളിറ്റിയിൽ പ്രശ്നം വരും. അപ്പം ഞാൻ തോരനൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മുടെ പുതിയ വെയിറ്റ് മെഷീൻ എടുത്തു. അപ്പോൾ എനിക്ക് ഓർഡർ വന്നായിരുന്നു വെളുത്തുള്ളി നാരങ്ങയും കൂടെയുള്ള അച്ചാർ. അത് കുറച്ച് മതിയായിരുന്നു, ഒരാൾക്ക് തന്നെ ഇതെല്ലാം. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്കിപ്പം വൈകിട്ടൊന്ന് ഞാനിതെല്ലാം ഒന്ന് കുപ്പിയിലാക്കി കൊടുക്കും. പോൾ മോന സീലിങ് ചെയ്യും. പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവൻ ഫ്രീ ആണെങ്കിൽ അവൻ സീൽ ചെയ്യും, അല്ലെങ്കിൽ റേച്ചാൻ വന്നാൽ സീൽ ചെയ്യുന്നത്. ഞാനിത് ബോട്ടിലാക്കി കൊടുക്കത്തേ ഉള്ളൂ. പിന്നെ മാങ്ങാച്ചാറും മീനച്ചാർ ഇച്ചിരി ഉണ്ടായിരുന്നു, അതൊക്കെ വേണം. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പം കണ്ടിന്യൂസ് ചിലർ വാങ്ങിക്കുവാന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് കുറേ ഇച്ചിരി എക്സ്ട്രാ ഇടാന്ന് വെച്ചാലും ഈ കൊറിയറിൽ ഇപ്പം 1 കിലോയും ഒരു 200 ഗ്രാമോ അങ്ങനെ കൂടുതലാണെങ്കിൽ അവർ 1.5 കിലോയുടെ എടുക്കും. 1 കിലോയും 400 ഗ്രാം ആണെങ്കിൽ 2 കിലോയുടെ എടുക്കും. അങ്ങനെ അവർ ഈ കിലോയിൽ വ്യത്യാസമുണ്ട്. ഇപ്പം 250 ഗ്രാം മുതൽ 1/2 കിലോയോ 3/4 കിലോ 1 കിലോയ്ക്ക് അകത്താണേലും അത്രേ അവർ അച്ചാർ വാങ്ങിക്കുന്നുള്ളൂ. എങ്കിലും കൊറിയർ ചാർജ് 1 കിലോയുടെ എടുക്കും. എന്നിട്ട് ഞാൻ ഇച്ചിരി എക്സ്ട്രാ ഇടുന്നുണ്ട്. ഇത് മീനാണ്, അത് ഞാനങ്ങ് സീൽ ചെയ്തു. അതാണേലും ഞാൻ ഇത്രയും കൂടുതലായിട്ടേക്കുന്നത്. ഒത്തിരി നമ്മളിപ്പം ഇതിപ്പോൾ ഇത്ര ഒരാൾക്കാണ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചിലപ്പോൾ വരുമ്പോൾ ഞാൻ ഈ ഇത്രയും കൂട്ടി ഇട്ടില്ലേ,
അന്നേരം കൊറിയറിൽ അരക്കിലോ എങ്ങനെ കൂടുവാണെങ്കിൽ അവന്മാർ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങനെ അധികം എക്സ്ട്രാ ഇടാത്തത്. അവന്മാർ അരക്കിലോയ്ക്ക് പകരം 1 കിലോയുടെ ചാർജ് എടുക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.